നല്ല ഒരു ഇതാണ്. അപ്പം സ്ത്രീകളിലേക്കുമൊക്കെ ഇത് വ്യാപിപ്പിക്കണം. കാരണം 35-40 വയസ്സാകുമ്പോഴത്തെ പല ആളുകൾക്കും അസുഖമാണ്, ഊരവേദനയാണ്, കുമ്പിടാൻ പറ്റുന്നില്ല, അങ്ങനത്തെ വിഷയമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി അവർക്ക് സൗകര്യപ്രദമായിട്ട് ചിലപ്പോൾ കാലത്ത് അവർ സാധിച്ചോളുന്നില്ല, ചിലപ്പോൾ വൈകിട്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ട്രെയിനേഴ്സിനൊക്കെ ലഭ്യമാക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഈ മതദർശനങ്ങളിലും നമ്മൾക്ക് ഈ ആരോഗ്യത്തെക്കുറിച്ച് വേണം. നമ്മൾ ആവശ്യത്തിലേറെ ഭക്ഷണത്തിലൊക്കെ നിയന്ത്രിക്കാൻ പറയുമ്പോഴും ആവശ്യത്തിലേറെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളാണ് ധാരാളമായി നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ഇൻടേക്ക് ഒരു ഭയങ്കരമായി കൂടുതൽ എടുക്കുന്നുണ്ട്, അത്ര ഒരു കലോറി എന്താ ചെയ്യുന്നില്ല, നമ്മൾ അതിനെ ബേൺ ചെയ്യുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസമാണ്. ഭക്ഷണത്തെ നമ്മൾ നിയന്ത്രിക്കാതെ 2 നേരം ആക്കാൻ പറ്റാതൊക്കെ ചെറിയ ലഘുഭക്ഷണം. അപ്പോൾ നമ്മളിത് ധാരാളമായി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ എക്സസൈസ് ചെയ്തിട്ട് വലിയ പ്രയോജനം കിട്ടില്ല. കാരണം അതിൻ്റെ ഇരട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 10,000 കലോറി കണ്ട് കയറി വരുമ്പോൾ നമ്മൾ 2,000 പുറത്തേക്ക് വിടുന്നുള്ളൂ. അത് 8,000 കൂടെ എങ്ങനെ നമ്മൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വരികയാണ്. ആ ഒരു അവസ്ഥയെ മാറിയിട്ട് അതും കൂടി നമ്മൾ ഇതിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വരാവുന്നതാണ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതെ ഒരാളുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനവും കുടുംബത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്ന അവസ്ഥയാണ്. അതില്ലാതാവാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം ഫലം ഉണ്ടാവില്ല. അതേപോലെ തന്നെ പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അത് രണ്ടും വളരെ പ്രധാനമാണ്. ഒന്ന് മനസ്സിൻ്റെ വിട്ടുവീഴ്ച ചെയ്യുക. നമ്മളെ മനസ്സിൽ ധാരാളമായി വെറുപ്പും വിദ്വേഷവും കോപവും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് ഭയങ്കര സംഘർഷഭരിതമാവും. ഒരു നിഴൽ യുദ്ധം നമ്മൾ നടക്കും. അതില്ലാതാവണം എന്ത് വേണം? വിട്ടുവീഴ്ച എന്നൊരു സമീപനം. അതാണ് അഫു എന്ന് പറയുന്നത്. ആഫിയ എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യം, സുഖം. ഇത് രണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പലപ്പോഴും. പക്ഷെ പ്രാർത്ഥനയുടെ ഉള്ളെന്താണ്, അതിൻ്റെ ആത്മാവ് എന്താണെന്ന് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്കത് ഫലപ്രദമാകാതെ പോകുന്നത്. അപ്പം അത് മനസ്സിലാവണം. എല്ലാ ജീവിത ദർശനങ്ങളിലും ഇതേപോലുള്ള സന്ദേശങ്ങളുണ്ടാവും. ആ സന്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യവും അതേപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ